ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മൈ ലൈഫ് ഈസ് മൈ ഫാമിലി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ടോപ്പിക്ക് വേറൊന്നുമല്ല, പ്രത്യേകിച്ച് കണ്ടന്റായിട്ട് അങ്ങനെയൊന്നുമില്ല. അത് കണ്ടന്റായിട്ട് ചെയ്യാൻ വന്നതല്ല. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പം എനിക്കൊരു ഇത് തോന്നി, അത് പറയണം തോന്നി, അങ്ങനെ പറയുന്നത് തന്നേ ഉള്ളൂ. ആ സെൻസിൽ അങ്ങ് എടുക്കാവൂ. അപ്പോൾ അത് കണ്ടന്റായിട്ടെന്ന് വിചാരിച്ച് ഞാൻ പറയണതല്ല. സംഭവം ലിക്കർ മീൻസ് മദ്യപാനം. മദ്യപാനം ശരിയെന്ന് പറയുന്ന ആൾക്കാർ ഒരു പക്ഷമുണ്ട്, മദ്യപാനം തെറ്റെന്ന് പറയുന്ന ആൾക്കാർ ഒരു പക്ഷമുണ്ട്. ഇവരിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നതൊരു കൺഫ്യൂഷനാണ്, ഇല്ലേ? മദ്യപാനം കൊണ്ട് കുടുംബം നശിക്കുന്ന ആൾക്കാരുണ്ട്, മദ്യപാനം കൊണ്ട് രക്ഷപ്പെടുന്ന സർക്കാരും നമുക്കുണ്ട്. കാരണം മദ്യമാണല്ലോ ഇപ്പം സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന ഏക പോംവഴി. പക്ഷെ മദ്യപാനികൾക്ക് സംഭവിക്കുന്ന കുറേ മിസ്റ്റേക്ക് ഉണ്ട്. അല്ലെങ്കിൽ ഈ മദ്യപാനികളെ പറ്റി മദ്യപിക്കാത്ത മദ്യപാനികൾക്ക് ഉണ്ടാകുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതൊന്ന് മാറ്റണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലേക്ക് വന്നത്, അല്ലെങ്കിൽ കണ്ടന്റ് എടുത്തത്. ശരിക്കും കണ്ടന്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നു, യൂട്യൂബ് ചാനൽ വഴി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. അതിൽ പ്രത്യേകിച്ച് ഒരു സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാർ, സംഭവം എത്രയേ ഉള്ളൂ. മദ്യം എന്താണ്? ഒരു മനുഷ്യനെ മതോമത്തനാക്കുന്ന, ഉന്മാദ ലഹരിയിൽ എത്തിക്കുന്ന, അവൻ്റെ നാഡീയ ഞരമ്പുകളെ തളർത്തി അവനെ വേറെ ലോകത്തേക്ക് എത്തിക്കുന്ന എന്താ പറയുന്ന മയക്കുമരുന്നെന്നോ, അല്ലെങ്കിൽ നോർമലി ചിന്തിക്കുന്ന ഒരു തലച്ചോറിനെ വെകുളിത്തരം പിടിച്ച രീതിയിൽ, അല്ലെങ്കിൽ തലകുത്തനെ ചിന്തിപ്പിക്കാൻ കഴിവുള്ള ആസക്തി ഉണ്ടാക്കുന്ന, വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണം എന്ന ആസക്തി ഉണ്ടാക്കുന്ന ഒരു ലഹരികളിൽ ഒരു ലഹരി വസ്തുവാണ് മദ്യം. അപ്പം മദ്യപിക്കുന്നത് തെറ്റാണോ എന്ന് പലരും ചോദിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, മദ്യപിക്കുന്നതൊരിക്കലും തെറ്റല്ല, മദ്യം തെറ്റില്ല. കാരണം പുരാതന കാലം തൊട്ട്, അല്ലെങ്കിൽ പുരാതനമായ കാലങ്ങൾ തൊട്ട്, അതായത് എന്താ പറയുക, നമ്മൾ സങ്കല്പിക്കുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം, അത് ഏത് മതസ്ഥരായാലും ഏത് ഇതിലായാലും, ആ ഈശ്വരൻ്റെ സങ്കല്പം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ രാജാക്കന്മാരുടെ കാലങ്ങളായാലും, നമ്മളിപ്പോഴത്തെ ഈ കാലങ്ങളായാലും, എൻ്റെ ഇപ്പോഴത്തെ ഈ തലമുറ ആയാലും, എനിക്ക് മുമ്പുള്ള തലമുറ ആയാലും, മദ്യം എന്നൊരു സംഭവമുണ്ട്. പണ്ട് ഈശ്വരൻ്റെ ഇതിലും മദ്യസേവയുണ്ട്. അതുപോലെ രാജാക്കന്മാരുടെ കാലത്തും മദ്യസേവയുണ്ട്. അതിനകത്ത് അവർ അമൃതേറ്റെന്ന് പറയും, അമൃത സേവിക്കുക എന്ന് പറയും. അത് പിൽക്കാലത്ത് യുഗാന്തരങ്ങൾ കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞപ്പം അത് മദ്യമായി. നമ്മൾ തലമുറ എത്തിയപ്പം അത് ഇംഗ്ലീഷിൽ ആൽക്കഹോളായി. പിന്നെ പലതരം അറിയാലോ നമുക്ക്, ഈ മതോമത്തനാക്കുന്ന പലതരം ഐറ്റങ്ങൾ ഇറങ്ങി. അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല, ഞാൻ മദ്യത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം ഒന്ന്, മദ്യം കഴിക്കുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ മദ്യം നമ്മൾ കുടിക്കുന്നത് നമുക്ക് ദോഷമാണോ എന്നാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. മദ്യപിക്കുന്നതും അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ ലിക്കർ ഉപയോഗിക്കുന്നതും തെറ്റല്ല. ഞാനൊരിക്കലും ഇതൊരു പബ്ലിക്കിനൊരു നെഗറ്റീവ് കൊടുക്കുന്നതല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ എന്താണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടാൽ മാത്രമേ, നിങ്ങൾ ആ സെൻസിൽ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഈ മദ്യത്തിനെ പറ്റി പ്രൊമോഷൻ കൊടുത്തും, മദ്യത്തിനെ പറ്റി മദ്യം വച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എന്നാൽ അതിനെ എന്താ പറയുക, നിരാകരിക്കുന്നുമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ഓരോന്ന് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്, മദ്യപിക്കുന്നത് തെറ്റാണ്, മദ്യപിക്കുന്നത് തെറ്റല്ല. നമുക്ക്
ഒരു എൻജോയ്മെന്റ് കിട്ടുന്ന ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു പഴക്കം ചെന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞ ഒരാൾക്ക് മദ്യം തെറ്റല്ല. എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത, ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാത്ത ഒരാൾ ഇത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ തെറ്റെന്ന് പറയാം. കാരണം താല്പര്യമില്ലാത്ത ഒരാൾ, അപ്പം ഞാൻ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ മദ്യപിക്കാത്ത ഒരാളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അവർക്ക് കൊടുക്കാൻ പാടില്ല, വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല, അവരെ കഴിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല, ഒരു രീതിയിലും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റുള്ള ആളാണ് ഞാൻ. മദ്യപിക്കുന്നത് അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറയാമല്ലോ, ഇപ്പം സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ അവരവരുടെ ഹോബീസ്, അവരവരുടെ ഇഷ്ടങ്ങൾ, പലർക്കും പല രീതി വ്യത്യാസമാണ്. മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്, ചീട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്, ഇനി അല്ലാത്ത രീതിയിൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരുണ്ട്, എഴുതുന്ന ആൾക്കാരുണ്ട്, വായിക്കുന്ന ആൾക്കാരുണ്ട്, സിനിമ മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണ്, ഓരോ ചിന്താഗതിയാണ്, എന്താ പറയുക, ഓരോ രീതികളാണ്. അപ്പം അത് നമുക്കൊരിക്കലും ഒരു മനുഷ്യനും ഞാൻ ചിന്തിക്കും പോലെ അല്ല ഇപ്പം അടുത്തൊരാൾ ചിന്തിക്കുന്നത്. എന്തിന് ഈവൻ എൻ്റെ മക്കൾ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കും പോലെ ആയിരിക്കില്ല. ഇനി എൻ്റെ മക്കൾ ചിന്തിക്കുന്നതല്ല, അവർ ചിന്തിക്കുമ്പോഴായിരിക്കും എൻ്റെ ഭാര്യ ചിന്തിക്കുന്നു. അപ്പം നമുക്കൊരിക്കലും ഒരു മനുഷ്യനെ വേറെ മനുഷ്യനായിട്ട് നമുക്കൊരിക്കലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിന്താഗതികൾ എപ്പോഴും വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിന് മദ്യപിക്കുന്നത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മദ്യത്തിന് ഒരു കണക്കുണ്ട്, ഒരു ലിമിറ്റുണ്ട്. നമുക്കൊരു ഒരു ഒരു എൻജോയ്മെൻറ്റിന്, ഒരു എൻ്റർടൈൻമെൻറ്റിന് നല്ല പൊരിക്കുക ഒരു 2 പെഗ് കഴിക്കാം, അത് തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ ഡോക്ടർമാർ വരെ ഇപ്പം പറയുന്നുണ്ട് നിങ്ങൾക്കൊരു 30 കഴിക്കാം. ഡോക്ടർമാർ പറയുന്നത് 30 പക്ഷേ മലയാളികളെ സംബന്ധിച്ച് 30 എന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ കൂട്ടി നോക്കിയാൽ മതി, 300 ആവും. ഒരു പെഗ് എന്ന് പറയുന്നത് എൻ്റെ കണക്കിന് 60 ഒരു പെഗ്, 60 ml ഒരു പെഗ്. ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 30 ml കഴിക്കാം, അതുപോലെ ഫുഡും കഴിക്കുക, നിങ്ങളെ ഹെൽത്ത് എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ ഹെൽത്ത് നല്ല രീതിയിൽ പോകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പം മദ്യപിക്കുന്നതുകൊണ്ട് തെറ്റല്ല. മദ്യം കൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളെല്ലാം, മദ്യം കൊണ്ട് ആർക്കൊരു ദോഷമില്ല. ആ കഴിക്കുന്ന ആൾക്കാർ, ഏത് വ്യക്തി മദ്യം കഴിക്കുന്നു അല്ലെങ്കിൽ ലിക്കർ ഉപയോഗിക്കുന്നു ആ വ്യക്തിക്ക് മാത്രമേ ദോഷമുള്ളൂ. അവൻ്റെ കരളും കിഡ്നിയും ബാക്കിയൊക്കെ അടിച്ചു പോകും. അതൊരു പരിധിക്ക് പുറത്തായി കഴിഞ്ഞാൽ, അല്ലാതെ നമുക്കൊരു കൺട്രോളിൽ കഴിക്കാമെങ്കിൽ, അതിനനുസരിച്ച് ഫുഡും കഴിക്കാമെങ്കിൽ, എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. അല്ല എൻ്റെ ഒരു എന്താ പറയുക, വിചാരമെന്നല്ല, എൻ്റെ ഒരു അറിവ്. അത് ഈ പണ്ടുള്ള ആൾക്കാർ ഒരു പഴഞ്ചൊല്ല് പറയും, അമൃതം കൂടുതൽ കഴിച്ചാൽ അത് വിഷമാണ് എന്ന് പറയാൻ പോലെ എന്തും ആഹാരം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരത്തിന് പുറത്ത് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയാൻ പോലെ എന്തിനും ഒരു പരിധിയും ഒരു ഒരു നിലവാരമുണ്ട്. അതിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഡേഞ്ചർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് മദ്യം തെറ്റല്ല, എന്നാൽ മദ്യം കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. നമ്പർ 1 ഞാൻ പറഞ്ഞ നമ്പർ 1 ദോഷം എന്ന് പറയുന്നത്, മദ്യം നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ സന്തോഷത്തിന്, മറ്റുള്ള ഒരു വ്യക്തികൾക്കും സമൂഹത്തിനും മറ്റുള്ള വ്യക്തികൾക്കും ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ നമുക്കൊരു 2 പെഗ് കഴിക്കാം, തെറ്റല്ല. ഇനി അത് മദ്യത്തിന് നമ്മൾ കഴിക്കണം, മദ്യത്തെ ഒരിക്കലും നമ്മളെ കഴിക്കാൻ അവതരിപ്പിക്കരുത്, അത് മീൻസ് അവസരം കൊടുക്കരുത്. മദ്യം നമ്മളെ വിഴുങ്ങാൻ പാടില്ല, നമ്മൾ മദ്യത്തിനെ വിഴുങ്ങണം ഒരു സന്തോഷത്തിന്. പക്ഷെ മദ്യം ഒരിക്കലും നമ്മളെ കീഴ്പ്പെടുത്താൻ പാടില്ല, അവസരം കൊടുക്കരുത്. കൊടുത്താൽ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. 2, ഇന്നുവരെ മദ്യപിച്ച ഒരാൾക്കാരും നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പലരും ചോദിക്കും. മദ്യപിക്കുന്ന ആൾക്കാരെല്ലാവരും അവരുടെ കുടുംബത്തിലെ ഭയങ്കര പ്രശ്നമാണോ, അതൊന്നും ആടിയും പിടിയും ബഹളം, എത്ര വലിയവൻ കൂടിയാൽ ഒക്കെ തെറ്റാണ്. എത്രയോ ആൾക്കാർ വളരെ ഡീസൻ്റായിട്ട് മദ്യം കഴിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യയിലെ മിലിറ്ററിക്കാർക്ക് ഗവൺമെൻറ് തന്നെ അംഗീകരിച്ച് കൊടുക്കുന്ന കോട്ടയുണ്ട്. അത് ഏത് ഫോഴ്സ് എടുത്താലും, മിലിറ്ററിയിലായാലും എയർഫോഴ്സിലായാലും നേവിയിലായാലും അവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന കോട്ടയുണ്ട്. എന്തുകൊണ്ട് ഗവൺമെൻറ് കൊടുക്കുന്നു? അവർക്ക് അങ്ങനെ കോട്ട അങ്ങനെ കൊടുക്കേണ്ട കാര്യം, മദ്യം ഗവൺമെൻറ് തന്നെ പറയുന്നു മദ്യം കഴിക്കുന്നത് തെറ്റാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവരെന്തിനും അങ്ങനെ കോട്ട കൊടുക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ്? അപ്പം
നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. ഓൾറെഡി എല്ലാ മനുഷ്യ ശരീരത്തിലും ഇത്ര പെർസെൻറ്റേജ് ആൽക്കഹോളിക് കണ്ടന്റ് ഉണ്ട്. പക്ഷെ അതിന് ലിമിറ്റായിട്ടുള്ള മദ്യം നമ്മൾ കഴിക്കും. ഈ പറഞ്ഞ ആർക്കും തേട്ട് കഴിച്ചാലും ഒന്നും ആവൂല, 60 കഴിച്ചാലും ആവൂല. ഇപ്പോഴത്തെ മലയാളി സംബന്ധിച്ചിട്ട് ഒരു ഫുള്ള് കഴിച്ചാലും അവർക്കൊന്നും ആവാത്ത ഒരു ഇതാണ്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഫോറിനേഴ്സിനെ കണ്ട് പഠിക്കണം. അവർ ഒരു പെഗ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു പെഗ് എടുത്ത് കഴിഞ്ഞാൽ ഒരു 60 മേടിച്ചു കഴിഞ്ഞാൽ അതിൽ വെള്ളം വീത്തും, ഒരടി തീർന്നു. അടുത്ത വീണ്ടും വീത്താനാണ്, വീണ്ടും അടുത്തൊരു പെഗ് ഒഴിക്കാനാണ് പറയുന്നത്. പക്ഷെ അത് ഫോറിനേഴ്സ് എന്താണ്, ഒരു പെഗ് അല്ലെങ്കിൽ ഒരു 30 എടുത്തു കഴിഞ്ഞാൽ അവർ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ കൊണ്ടാണ് ആ ഒരു പെഗ് അവർ കഴിച്ച് തീക്കണം. അതിനിടയ്ക്ക് അവർ എത്ര പ്രാവശ്യം ഫ്രൂട്ട്സ്, അങ്ങനെ നട്ട്സ്, ഫ്രൂട്ട്സ്, ഈ ഡ്രൈ ഫ്രൂട്ട്സ്, ഇങ്ങനെയുള്ള സാധനം അവർ കഴിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടൊന്നുമല്ല, നോർമലി ഇത് എല്ലാവർക്കും അറിയാം. ഞാനവിടെ പ്രത്യേകിച്ച് പറഞ്ഞ് ഒരു ഇതുണ്ടാക്കേണ്ട കാര്യം എന്തായാലും ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഇതെപ്പോഴും നല്ലതാണ്. അല്ലാതെ പച്ചവെള്ളം കുടിക്കും പോലെ ഇങ്ങനെ ഗ്ലാസ് എടുക്കുക, ഒഴിക്കുക, കുടിക്കുക, ഒഴിക്കുക, കുടിക്കുക, ഒഴിക്കുക, കുടിക്കുക. മലയാളീസ് കൾച്ചർ ഈസ് ഡ്രിങ്കിങ് ഇൻ ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന് എഴുതി വെച്ചിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന ഇഞ്ചുറീസ് ടു ഹെൽത്ത് തന്നെയാണ്. അത് ഹെൽത്തിന് എന്നും ഡേഞ്ചർ തന്നെയാണ്. ഇനി അപ്പം അതുകൊണ്ട് മദ്യപാനം തെറ്റല്ല. പക്ഷെ മദ്യം നമ്മുടെ ആവശ്യത്തിന് കഴിക്കുക, അതുപോലെ ഫുഡ് കഴിക്കുക, അതുപോലെ എക്സസൈസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ മദ്യത്തിന് അടിമപ്പെടാൻ പാടില്ല. മദ്യം എന്നും എക്കാലത്തും നമുക്ക് അടിമയായിരിക്കണം. മനസ്സിലായി? നമുക്ക് ഇന്നിപ്പോൾ 2 പെഗ് കഴിച്ചു, ആയിരിക്കും ഒരാഴ്ചത്തേക്ക് വേണ്ട, അല്ലെങ്കിൽ 1 മാസത്തേക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു മനസ്സിനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് വേണം. അത് നമ്മൾ മദ്യത്തിന് അടിമപ്പെടുമ്പോഴല്ല, മദ്യം നമുക്ക് അടിമയായിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാനത് കുടിയന്മാരെ വെല്ലുവിളിച്ച് പറയണമെന്നല്ല കേട്ടോ. കുടിയന്മാരാണ് ഇന്ന് നമ്മളെ ഇവിടുത്തെ എന്താ പറയുക, നട്ടല്. കുടിയന്മാരില്ലെങ്കിൽ നമ്മളെ കേരളം ഇല്ല എന്നാണ് പല ആൾക്കാരും പറഞ്ഞു കേട്ടുള്ള എൻ്റെ അറിവ്. എന്തായാലും ഇനി മദ്യപാനികളെ പറ്റി തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞത്, ഇത്രയും ഡീസൻ്റായിട്ട്, ഇത്രയും അനുസരണയോടെ, ഒരു പ്രശ്നമില്ലാതെ വളരെ സൈലൻ്റായിട്ട് ക്യൂ നിന്ന് അവർ പറയുന്ന പൈസയ്ക്ക് അവർ കൊടുക്കുന്ന സാധനം ഒരു തിരിച്ച് തർക്കം പോലും ഇല്ലാതെ മേടിച്ചുകൊണ്ട് വരുന്ന ഏതാൾക്കാർ ഇന്ന് ഈ ഭൂമിയിലുണ്ട്? എൻ്റെ ഒന്നാമത്തെ ചോദ്യമാണ്. അതായത് വളരെ സൈലൻ്റായിട്ട് എത്രയോ നീണ്ട നിരയുള്ള ക്യൂ ഉള്ള ബീവറേജസിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന ഈ ക്യൂവിൽ ഏറ്റവും പുറകെ പോയി നിന്ന് ഉന്തും തള്ളും ഇല്ലാതെ, ഇടയിൽ കയറാതെ, തർക്കിക്കാതെ ആ ക്യൂ ഇത്രയും നിന്ന് അവിടെ ചെന്ന് അവർ പറയുന്ന പൈസയ്ക്ക് അവിടെ ഉള്ള സാധനം മേടിച്ചുകൊണ്ട് മിണ്ടാതെ വരുന്ന എത്ര ആൾക്കാർ ഇന്ന് ഇവിടെ ഉണ്ട്? എന്തിന്? ഒരു റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് ഒന്നും വേണ്ട, നമ്മളൊരു അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ, എനിക്കിപ്പം പോകണം, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, മറ്റടുത്ത് പോകണം, എല്ലാവർക്കും തിരക്കാണ്, അത്യാവശ്യം, ഇടയ്ക്ക് മുന്താവുന്നു, തള്ളാവുന്നു, ഇടയിൽ കയറുന്നു. എന്തിന്? ഒരു സിനിമയ്ക്ക് പോയാൽ പോലും ഒരു ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത്, ഇന്നെല്ലാം ഓൺലൈനാണ്, പണ്ട്, ഇപ്പം എല്ലാം ഓൺലൈനാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉന്തും തള്ളും, നമ്മൾ പുറത്തൂടെ ചാടിക്കയറി, കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയും പോലെ നമ്മൾ പുറത്തൂടെ ചാടിക്കയറി കയ്യൊക്കെയുള്ളവൻ നേരത്തെ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകും. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബീവറേജിൽ ഒരു ഉന്തോ തള്ളോ, ഒരു അടിയോ ഒരു പിടിയോ നിങ്ങൾ കണ്ടല്ലോ? മദ്യപിച്ചോണ്ട് പിടി ഉണ്ടാക്കണം. പക്ഷെ മദ്യപിക്കാത്ത ആൾക്കാർ ക്യൂ നിന്ന് സാധനം എടുത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. ഒരു റേഷൻ കടയിൽ പോയാൽ പോലും ഉന്തും തള്ളും നമുക്കുണ്ട്. എന്തിന്? ഒരു സിവിൽ സപ്ലൈസിൽ പോയി നമ്മൾ പലചരക്ക് സാധനം വാങ്ങിക്കാനോ, അല്ലെങ്കിൽ ത്രിവേണി പോയി പല സാധനം മേടിക്കാൻ പോലും അവിടെയുണ്ട് ഉന്തും തള്ളും. അപ്പോൾ ഇത്രയും സമാധാനത്തോടെ വളരെ സൈലൻ്റായിട്ട് നമ്മളെ കേരളത്തിന് ഇത്രയും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന, സ്വന്തം ശരീരം നശിപ്പിച്ചുകൊണ്ട്, സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട്, സ്വന്തം കുടുംബം നശിപ്പിച്ചുകൊണ്ട് ഇത്രയും വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഇത്രയും വിലകെട്ട ആൾക്കാർ ഇന്നിവിടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും പൊതുവായിട്ട് മദ്യപാനികളെ പറ്റി വളരെ തെറ്റായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. ഇപ്പം ഞാൻ വന്നിട്ട് ഞാൻ നോർമലി സംസാരിക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ നല്ലത് ചീത്തയായിക്കൊണ്ട് പോട്ടെ, നമുക്ക് നല്ലതെന്ന് കൂട്ടാം. ഞാൻ ചെന്ന് സംസാരിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരു പക്ഷേ ഇങ്ങനെ മദ്യം കഴിക്കേണ്ട, ഞാൻ അതിൽ നിന്ന് സ്വല്പം ഇങ്ങനെ കയ്യിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തേച്ചിട്ടിട്ട്
ആ ചേട്ടാ ഇന്നലെ ഞാൻ പോയിട്ട് ആ കാര്യം അതിങ്ങനെ നീ കഴിച്ചിട്ടുണ്ടല്ലോ നീ മാറിയില്ലേ എന്ന് പറയും. ഇത് ശരിയോ തെറ്റോ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ കഴിക്കണ്ട, ഞാനിത് പരീക്ഷിച്ച ഒരാളാണ്. ഈ നമ്മൾ മദ്യം അല്പം കയ്യിൽ വീഴ്ത്തിയിട്ട് നമ്മളെ ചുണ്ടിൽ അല്ലെങ്കിൽ മുഖത്തെ ഷർട്ടിലൊക്കെ തേച്ചിട്ട് ജസ്റ്റ് എടുത്തിട്ട് ചേട്ടാ എന്നൊരു കാര്യം പറഞ്ഞല്ലോ ആ ചേട്ടാ ആ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ എടേ ഇത് കഴിച്ചിട്ടുണ്ടോ നീ മാറിയില്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു വർഗമായിട്ടാണ് മദ്യപാനികൾ അവർ കാണുന്നത്. ഇനി ഒരു പൊതുവേദിയിൽ പോയി നിന്നാലോ നമ്മളെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലോ നമ്മൾ മദ്യം കഴിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ ജെന്യൂനായിരിക്കും, സത്യമായിരിക്കും, വളരെ മാന്യമായിട്ട് ശരിയായിട്ടായിരിക്കും നമ്മൾ പറയുന്നെങ്കിൽ പോലും നീ മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നാണ് അവർ നമ്മളുടെ അടുത്ത്, അതായത് ഈ അടിയാള വർഗത്തിനെ പോലെ കണ്ടാണ് മദ്യപാനികളെ അവർ കാണുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല ഈ മദ്യപാനികൾ ഇത്രയും ഉള്ളതുകൊണ്ടാണ് കേരളം ഇന്ന് പിടിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭ പിടിച്ചു നിൽക്കണമെന്ന് പലരും ചിന്തിക്കുന്നില്ല. കാരണം അത് ഏറ്റവും കൂടുതൽ തെളിയിച്ചൊരു സമയമുണ്ടല്ലോ കൊറോണ കാലഘട്ടം. കൊറോണ കാലഘട്ടത്തിൽ എന്താണ് ഖജനാവിലെ പണം, എന്താണ് എത്ര ഉണ്ട്, എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങളും എന്നെപ്പോലെ ജീവിക്കുന്ന ആൾക്കാരും നിങ്ങൾക്കും അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ പൊതുവേദികളിൽ പോയി സംസാരിക്കുമ്പോഴോ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോഴോ മദ്യം കഴിച്ചു എന്ന പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വർഗമായിട്ടാണ് മദ്യപാനികളെ കാണുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, മദ്യം ഉണ്ടാക്കുന്ന ആരാണ്? സർക്കാർ. ഈ മദ്യപിച്ചോണ്ട് പോണത് പിടിക്കുന്ന ആരാണ്? സർക്കാർ. അപ്പോൾ സർക്കാരിന് 4 വകയ്ക്കും 4 വഴിക്കും പൈസ വരിക, മീൻസ് ക്യാഷ് വരിക. മദ്യം മേടിക്കുമ്പോൾ ക്യാഷ്, മദ്യപിച്ചുകൊണ്ട് റോഡിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയ ക്യാഷ്, പെറ്റി ക്യാഷ്, അങ്ങനെ പെറ്റി ക്യാഷ്, വണ്ടി ഓടിച്ച പെറ്റി ക്യാഷ്, ഇനി മദ്യപിച്ചുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയ അത് പ്രശ്നം, മദ്യപിച്ച് റോഡിൽ കിടന്നാൽ അത് പ്രശ്നം. അപ്പം മദ്യപാനികൾ യാത് വഴിക്ക് പോയാലും പ്രശ്നം. എന്നാൽ ഇത്രയും സൈലൻ്റായിട്ട് വളരെ ശാന്തമായിട്ട് മദ്യപിക്കുന്ന മുമ്പാണ്, മദ്യപിച്ച് കഴിഞ്ഞാൽ ശാന്തത ഞാൻ പറയുന്നില്ല, അത്ര ഞാൻ ബുദ്ധിയില്ലാത്ത ആളല്ല, അത് വേറെ മൈൻഡാണ്. മദ്യപിച്ച് വളരെ സൈലൻ്റായിട്ട് സംസാരിക്കാത്ത ആൾക്കാരുണ്ട്, മദ്യപിച്ച് കഴിഞ്ഞാൽ വേറെ വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലും മദ്യപിച്ചാൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് മദ്യത്തെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. മദ്യം കഴിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു, മദ്യം എന്നുള്ളത് ഡേഞ്ചറാണ്. അവനവൻ്റെ ആയുസ്സിനെ വില കൊടുത്ത് അവരവരുടെ ആയുസ്സിനെ കുറച്ച് കണ്ട് അപ്പോൾ കിട്ടുന്ന സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന പൈസ ആയാലും നമ്മുടെ ആയുസ് ആയാലും അതിന് ഒരു അല്പായുസേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കാതെ, പക്ഷെ മദ്യപാനികൾ തെറ്റുകാരല്ല, മദ്യപിക്കുന്നവർക്കും മനസ്സുണ്ട്. മദ്യപിക്കുന്ന ആൾക്കാർ പറയുന്നത് എല്ലാം തെറ്റാണെന്ന് ഒരിക്കലും നിങ്ങൾ എടുക്കരുത്. എല്ലാത്തിനും അതിൻ്റെ വിലയുണ്ട്. മദ്യപാനികൾ ഉള്ളത് കൊണ്ടാണ് കേരളം പിടിച്ചു നിൽക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ വീഡിയോ. എല്ലാവർക്കും ബായ്.